ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ആൻഡ് ഓസിലേറ്റേഴ്സ് എന്നുള്ള പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ഇഫ് ദ റെസിസ്റ്റൻസസ് ഇൻ ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആർ ഡിക്രീസ്, ദ ഫ്രീക്വൻസി ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫീഡ്ബാക്ക് സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വെയിൻ ബ്രിഡ്ജ് ആണ്. ഓക്കെ, ഒരു വെയിൻ ബ്രിഡ്ജ് സർക്യൂട്ട് ആണ്. റെസിസ്റ്ററും കപ്പാസിറ്ററും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വെയിൻ ബ്രിഡ്ജ്. അതേപോലെ തന്നെ ആംപ്ലിഫയേഴ്സ്, രണ്ട് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ്, അതിൽ ഓരോ ട്രാൻസിസ്റ്റേഴ്സും 180 ഡിഗ്രി വീതം എന്ത് ചെയ്യുന്നു, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. 180 ഡിഗ്രി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, അങ്ങനെ ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഓസിലേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ ഇക്വേഷൻ 1/2π റൂട്ട് R1 C1 R2 C2 ഇങ്ങനെയാണ് വരിക. ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ R1നും R2നും സെയിം വാല്യൂ കൊടുത്ത് R എന്നുള്ള രീതിയിലാണ് എടുക്കുക. C1നും C2നും സെയിം വാല്യൂ കൊടുത്ത് C എന്നാണ് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും? എഫ് ഔട്ട് എന്ന് പറയുന്നത് 1/2π RC ആവും. ഓക്കെ, അപ്പൊ ഇതാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ ഫൈനൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്കിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ, അതായത് ഈ ആറിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്താൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്താ സംഭവിക്കുക? ആറും ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ 6 ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ആണ് ചെയ്യുക. ഓക്കെ, റിമൈൻസ് ദ സെയിം അല്ല, ഡിക്രീസസ് അല്ല, ഇൻസഫിഷ്യന്റ് ഡേറ്റ അല്ല. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, ഇൻക്രീസസ്. അത് വരുന്നത് ഈ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ ഇക്വേഷനിൽ നിന്നാണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് എ ക്രിസ്റ്റൽ ഓസിലേറ്റർ ബിക്കം പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി, റിയാക്ടൻസ് ഓഫ് ദ ക്രിസ്റ്റൽ ഓസിലേറ്റർ ബിക്കം. ഇവിടെ പറയുന്ന ഓസിലേറ്റർ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ വർക്കിംഗ് ഉണ്ടാവുക. ഓക്കെ, അത് മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇതൊരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. അതും ഓർത്ത് വെച്ചേക്കുക, കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാരലൽ റെസൊണൻസിന്റെ കാര്യമാണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ക്രിസ്റ്റൽ ഓസിലേറ്റർ എടുത്താൽ അവിടെ നമുക്ക് രണ്ട് തരം റെസൊണൻസ് ഉണ്ടാവും. ഒന്ന് സീരീസ് റെസൊണൻസും ഒന്ന് പാരലൽ റെസൊണൻസും. ഓക്കെ, സീരീസിൽ ഫീഡ്ബാക്ക് മാക്സിമം ആയിരിക്കും, സീരീസിൽ ഫീഡ്ബാക്ക് മാക്സിമം ആയിരിക്കും. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് മിനിമം ആയിരിക്കും പാരലലില്. ഓക്കെ, ഫീഡ്ബാക്ക് മിനിമം ആയിരിക്കും പാരലല്. പക്ഷേ ഇതിന്റെ ഇംപിഡൻസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീരീസിൽ ക്രിസ്റ്റലിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത്, ക്രിസ്റ്റലിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അതുപോലെ പാരലലില് ക്രിസ്റ്റലിന്റെ ഇംപിഡൻസ് മാക്സിമം ആയിരിക്കും. ഓക്കെ, ക്രിസ്റ്റലിന്റെ ഇംപിഡൻസ് ഇവിടെ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും റിയാക്ടൻസ് കൂടുതൽ എവിടെയായിരിക്കും? പാരലലിലായിരിക്കും. അപ്പോൾ റിയാക്ടൻസ് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും, റിയാക്ടൻസ് ഇൻഫിനിറ്റി ആവാം. റിയാക്ടൻസ് വെരി ഹൈ ആണ്, നമുക്കതിനെ ഇൻഫിനിറ്റി ആണെന്ന് പറയാൻ കഴിയും. റിയാക്ടൻസ് ഇവിടെ ഇൻഫിനിറ്റി ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ബിക്കം പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസി, റിയാക്ടൻസ് ഓഫ് ദ ക്രിസ്റ്റൽ ഓസിലേറ്റർ ബിക്കം എന്തായിരിക്കും? വെരി ഹൈ അഥവാ ഇൻഫിനിറ്റി ആയിരിക്കും. സീരീസിലാണെങ്കിലോ ഇംപിഡൻസ് മിനിമം ആയിരിക്കും, അതുകൊണ്ട് തന്നെ റിയാക്ടൻസും മിനിമം ആയിരിക്കും. പക്ഷേ ഫീഡ്ബാക്ക് മാക്സിമം ഉള്ളത് സീരീസിലാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് കൂടുതലും യൂട്ടിലൈസ് ചെയ്യുന്നത് സീരീസ് റെസൊണൻസ് ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസിയിൽ മാക്സിമം ഫീഡ്ബാക്ക് കിട്ടും, അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ഓസിലേഷൻസും കിട്ടും. പക്ഷേ നമുക്ക് റിയാക്ടൻസ് ഇൻഫിനിറ്റി വേണ്ട തരത്തിലുള്ള ആപ്ലിക്കേഷൻസിൽ പാരലൽ റെസൊണൻസും യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മുടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ഇൻഫിനിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The oscillator that is most used for generating audio frequency. ഇവിടെ വെയിൻ ബ്രിഡ്ജ് ഉണ്ട്, ട്യൂൺഡ് ബേസ് ഉണ്ട്, ട്യൂൺഡ് കളക്ടർ ഉണ്ട്, RC ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിൽ വരുന്നതാണ് വെയിൻ ബ്രിഡ്ജും അതുപോലെ തന്നെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും. പക്ഷേ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് എന്ന് പറയുന്നത് വെയിൻ ബ്രിഡ്ജ് ആണ്. കാരണം ഡിസ്റ്റോഷൻ കുറവാണ്, മാത്രമല്ല ഹൈ സ്റ്റെബിലിറ്റിയും ആണ്. RC ഫേസ് ഷിഫ്റ്റിന്റെ സർക്യൂട്ട് സിമ്പിൾ ആയിരിക്കും, പക്ഷേ കാരണം അവിടെ 3 RC നെറ്റ്വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഫീഡ്ബാക്കിന് വേണ്ടി. പക്ഷേ ഇവിടെ 2 ആംപ്ലിഫയേഴ്സും ഒരു വെയിൻ ബ്രിഡ്ജ് ഫീഡ്ബാക്കിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും സ്റ്റെബിലിറ്റിയും ഡിസ്റ്റോഷൻ വളരെ കുറവും വെയിൻ ബ്രിഡ്ജിലാണ്. അതുകൊണ്ട് എപ്പോഴും മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓഡിയോ ഫ്രീക്വൻസി ജനറേറ്റർ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ A is the റൈറ്റ് ആൻസർ. നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷൻസും കൂടെ ഒന്ന് നോക്കാം. അതായത് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് സൈനസോയിഡലും ഉണ്ട്, നോൺ സൈനസോയിഡലും ഉണ്ട്. സൈനസോയിഡലിൽ വരുന്നതാണ് LC ഓസിലേറ്റേഴ്സ്, അതേപോലെ RC ഓസിലേറ്റർ, ദെൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഇതില് LC ഓസിലേറ്റർ എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്നതാവും. റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്? ഒരു 20 കിലോ ഹെഡ്സ് ടു 300 ജിഗാ ഹെഡ്സ് റേഞ്ചിൽ വരും. ഓക്കെ, RF റേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ RF ഓസിലേറ്റേഴ്സ് വർക്ക് ചെയ്യുക. RC ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് ആണ്. അത് നമുക്കറിയാലോ എത്രയാണ്? 20 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ് വരെയാണ് നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ള റേഞ്ച്. സോ 20 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ്. ക്രിസ്റ്റൽ ഓസിലേറ്ററും ഒരു റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ തന്നെയാണ്, പക്ഷെ ഇവിടെ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. ഇതെല്ലാം നമുക്ക് വേണ്ടുന്ന പോയിന്റ്സ് ആണ്. ഒക്കെയും നോട്ട് ചെയ്യുക. LC ഓസിലേറ്ററിൽ വരുന്ന ഓസിലേറ്റേഴ്സ് ആണ് ഹാർട്ട്ലി ഓസിലേറ്റർ, ദെൻ കോൾപിറ്റ്സ് ഓസിലേറ്റർ, ക്ലാപ്പ് ഓസിലേറ്റർ, ഇതൊക്കെ LCയിൽ വരും. അതുപോലെ RCയിലാണ് നമ്മുടെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, അതേപോലെ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ഓക്കെ, ഇത്രയും വരുന്നത് നമ്മുടെ RCയിലാണ്. പിന്നെ ഉള്ളത് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ഇത്രയും ഓർത്തിരിക്കുക. നോൺ സൈനസോയിഡൽ വരുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ സൈൻ വേവ് ആയിരിക്കില്ല, ട്രയാങ്കുലർ, സോ ടൂത്ത് അങ്ങനത്തെ വേവ്സ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, അതേപോലെ ഇവയെല്ലാം എന്താണ്? റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ കോമൺ ആയിട്ടും, അപ്പൊ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ തന്നെയാണ് RC ഫേസ് ഷിഫ്റ്റും വെയിൻ ബ്രിഡ്ജും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് എന്ന് പറയുന്നത് വെയിൻ ബ്രിഡ്ജ് ആയിരിക്കും. സോ ഓപ്ഷൻ A is the റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് മൾട്ടി വൈബ്രേറ്റർ ഈസ് എ സ്ക്വയർ വേവ് ജനറേറ്റർ. അതായത് സ്ക്വയർ വേവ് ജനറേറ്റർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ട്രിഗറും കൊടുക്കാതെ ഫ്രീ റണ്ണിങ് ആയിട്ട് ഒരു സ്ക്വയർ വേവ്, അതായത് ഒരു ലോ പിന്നൊരു ഹൈ പിന്നൊരു ലോ, അങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. മോണോസ്റ്റേബിളും ഒരു സ്ക്വയർ പോലെ ലോ ഹൈ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് അവിടെ ഒരു എക്സ്റ്റേണൽ ട്രിഗർ വേണം. അപ്പൊ ഈ ട്രിഗറിന്റെ ഡ്യൂട്ടി എന്താണ്? നമുക്കൊരു ലോയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ട്രിഗർ കിട്ടിയാൽ മാത്രമേ അത് ഹൈയിലേക്കാവൂ. ദെൻ ഹൈയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ നമുക്കൊരു ട്രിഗർ കൊടുക്കുമ്പോഴേ ലോയിലേക്ക് മാറുള്ളൂ. അപ്പൊ അത് എവിടെയാണ് ഇതിന്റെ ഒരു ചേഞ്ച് വരുന്നതെന്നുള്ളത് ഈ ട്രിഗറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഒരു ഫ്രീ റണ്ണിങ് ആയ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബൈസ്റ്റേബിൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബൈസ്റ്റേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈനറി ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബൈനറി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ കോമൺലി യൂസ് ചെയ്യുന്നത് ഏതാണ്? സീക്വൻഷ്യൽ സർക്യൂട്ട് ആണ്. സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ക്ലോക്ക് പൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലോക്ക് പൾസ് ആണ് ഇവിടെ ട്രിഗർ ആയിട്ട് വരിക. ബൈസ്റ്റേബിൾ എന്തായാലും സീക്വൻഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സ്, ലാച്ചസ് ഒക്കെയാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. അപ്പൊ അത് ഓരോ ക്ലോക്ക് പൾസിനെ ഡിപ്പെൻഡ് ചെയ്താണ് വർക്ക് ചെയ്യുക. ആ ക്ലോക്ക് പൾസ് ഇവിടെ ട്രിഗർ ആയി എടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ബൈനറി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ലാച്ചസും ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒക്കെ 1 ബിറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന പോലെ നമുക്ക് ബൈസ്റ്റേബിൾ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബൈനറി ഡേറ്റ സ്റ്റോറിങ്ങിന് യൂസ് ചെയ്യുന്നത് ബൈസ്റ്റേബിളും സ്ക്വയർ വേവ് ജനറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അസ്റ്റേബിളും ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. സോ ഇവിടെ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ബൈസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ സർക്യൂട്ട് കമ്മ്യൂട്ടേറ്റിംഗ് കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ടു. ഇവിടെ ഒരു ബൈസ്റ്റേബിൾ സർക്യൂട്ടിൽ
യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കപ്പാസിറ്റർ ആണ് കമ്മ്യൂട്ടേറ്റിംഗ് കപ്പാസിറ്റർ. ആ കപ്പാസിറ്ററിന്റെ വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, സ്പീഡ് അപ്പ് കപ്പാസിറ്റർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സ്പീഡ് അപ്പ് കപ്പാസിറ്റർ എന്നും അറിയപ്പെടുന്നു. അതായത് നമ്മുടെ സ്വിച്ചിങ് സ്പീഡിനെ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് അത് കണക്ട് ചെയ്യുന്നത് പാരലൽ ടു ദ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആയിരിക്കും. ഓക്കെ, പാരലൽ ടു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആയിരിക്കും നമ്മളത് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വിച്ചിങ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് ട്രാൻസിഷൻ ടൈം കുറയ്ക്കുന്നു. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെയാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക? അതിന്റെ ട്രാൻസിഷൻ ടൈം കുറച്ചുകൊണ്ടാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം, നമ്മുടെ ഈ ട്രാൻസിസ്റ്റേഴ്സ്, ബൈസ്റ്റേബിളിൽ യൂസ് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതായത് അതിന്റെ സ്പീഡ് ഓഫ് റെസ്പോൺസ് കൂട്ടാനാണ്. സോ നമുക്കിവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് റെസ്പോൺസ് ആണ്. ഒരു സ്റ്റേറ്റിൽ നിന്നും അടുത്തൊരു സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ടൈം കുറയ്ക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? സ്പീഡ് കൂടും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following does not belong to the category of LC oscillator? നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇതേ വീഡിയോയിൽ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തു ക്ലാസിഫിക്കേഷൻ. അതിൽ കാറ്റഗറി ഓഫ് LC ഓസിലേറ്റർ ഏതൊക്കെയാണ്? ഹാർട്ട്ലി ഓസിലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ കോൾപിറ്റ്സ് ഉണ്ട്, പിന്നെ ക്ലാപ്പ് ഓസിലേറ്റർ ഉണ്ട്. ഇതെല്ലാം LC ആണ്. നമ്മുടെ RC ഓസിലേറ്റേഴ്സ് ഏതൊക്കെയാണ്? വെയിൻ ബ്രിഡ്ജും RC ഫേസ് ഷിഫ്റ്റും ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈസി ആയിട്ട് ഇതിൽ നിന്ന് അനലൈസ് ചെയ്തൂടെ? നോട്ട് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് LC ഓസിലേറ്റർ ആണ്. നോട്ട് ബിലോങ് ടു ദ ആണ്. അപ്പോൾ എന്താണ് ആൻസർ വരിക? വെയിൻ ബ്രിഡ്ജ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഹാർട്ട്ലിയും കോൾപിറ്റ്സും ക്ലാപ്പും ഒക്കെ LC ഓസിലേറ്റേഴ്സ് ആണ്. വെയിൻ ബ്രിഡ്ജ് മാത്രമേ ഇവിടെ RC ഓസിലേറ്റർ ആയിട്ടുള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why the practical value of A beta considered to be slightly greater than 1 in oscillation? അതായത് പ്രാക്ടിക്കൽ വാല്യൂ ഓഫ് എ ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, ബാർക്കൗസൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നതിൽ എ ബീറ്റ ഈക്വൽ ടു 1ഉം ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയും ആവണം ഒരു ഓസിലേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ. പക്ഷേ ഒരു ഓസിലേറ്ററിന്റെ കേസിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനിൽ ആ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ എ ബീറ്റ, പ്രാക്ടിക്കൽ വാല്യൂ ഓഫ് എ ബീറ്റ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1 ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. അതിനൊരു റീസൺ ഉണ്ട്. എ ബീറ്റ ഈക്വൽ ടു 1 ആൻഡ് 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓസിലേഷൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഓസിലേറ്റർ സർക്യൂട്ടിന്റെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ എ ബീറ്റ ഫസ്റ്റ് അതിന്റെ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു എ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ എന്താ ഓസിലേഷനിൽ സംഭവിക്കുക? ഗ്രോയിങ് ഓസിലേഷൻ ആയിരിക്കും. അതായത് ഇങ്ങനെ ഓസിലേഷൻ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ എ ബീറ്റ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഓസിലേഷൻ? ഒരു സ്റ്റേബിൾ ഓസിലേഷൻ. അപ്പൊ നമുക്ക് വേണ്ടുന്നത് സ്റ്റേബിൾ ഓസിലേഷൻ തന്നെയാണ്. പക്ഷേ സ്റ്റാർട്ടിംഗ് ടൈമിൽ നമുക്ക് ചെറിയൊരു നോയ്സ് വോൾട്ടേജ് മാത്രമേ ആ സർക്യൂട്ടിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഫസ്റ്റ് കണ്ടീഷനിൽ പറ്റില്ല. അപ്പോൾ ആദ്യം എ ബീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയി സെറ്റ് ചെയ്തിട്ട് ഓസിലേഷൻസ് ഗ്രോയിങ് ആയി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? എ ബീറ്റ ഈക്വൽ ടു 1 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എ ബീറ്റ ഈക്വൽ ടു 1 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് സസ്റ്റെയിൻഡ് ഓസിലേഷൻ കിട്ടുള്ളൂ. എപ്പോഴും എ ബീറ്റ ഗ്രേറ്റർ ദാൻ ആയിട്ട് സെറ്റ് ചെയ്തിരുന്നാൽ ഓസിലേഷൻസ് ഗ്രോയിങ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഫസ്റ്റ് പോയിന്റിൽ ആ സർക്യൂട്ട് ഓൺ ആക്കുന്ന ആ ഒരു ഫസ്റ്റ് പോയിന്റിൽ മാത്രം എ ബീറ്റ ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ 1 കൊടുക്കുമ്പോൾ അവിടെ ആദ്യം ഒരു ചെറിയ ഗ്രോയിങ് ഓസിലേഷൻ ഉണ്ടാവും. ദെൻ എ ബീറ്റ ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ നമുക്ക് എന്താവാം? ഓപ്ഷൻസ് നോക്കാം. ടു കോമ്പൻസേറ്റ് ഫോർ നോൺ ലീനിയാരിറ്റീസ് എക്സിസ്റ്റിംഗ് ഇൻ ദ സർക്യൂട്ട്. അതെ, അതായത് ആ സർക്യൂട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു നോൺ ലീനിയാരിറ്റി പ്രോപ്പർട്ടീസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം എ ബീറ്റ കൺസിഡർഡ് ടു ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1. So option A is the right answer. Next question. The RC network of Wein bridge oscillator consisting of R1 equal to R2 equal to 10 kilo ohm, C1 equal to C2 equal to 1000 nanofarad. The frequency of oscillation is. അപ്പോൾ നമുക്കറിയാം വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇക്വേഷൻ എന്താണ്? 1/2 π √R1
C1 R2 C2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാ മാറിയത്? 1/2 RC എന്നാണ് ശരിക്കും ഇത് R1 = R2 = R ആവുമ്പോൾ വരുന്ന ഇക്വേഷൻ. ദെൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് R 10 കിലോ ഓം ആണ്, C1 C2 1000 നാനോ ഫാരഡ് ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. F out is equal to 1/2 പകരം 3.14 ഇൻറ്റു ആറിന് പകരം 10 കിലോ ഓം ആണ്. കിലോ ഓം എന്ന് പറയുമ്പോൾ 10⁻³ ഇൻറ്റു 1000 നാനോ ഫാരഡ് ആണ്. നാനോ എന്ന് പറയുമ്പോൾ എത്രയാണ്? 10⁻⁻9 ആണ്. ദെൻ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു 3.14 ദെൻ ഈ 10⁻³ ഈ 1000 കൂടെ ചേർന്ന് 10⁻6 ആവും. 10⁻6 ഇൻറ്റു 10⁻⁻9 എന്ന് പറയുമ്പോൾ 10⁻³ വരും. 10⁻³ ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എന്താ വരിക? 10⁻². അപ്പൊ നമുക്ക് ഇൻറ്റു 10⁻² എന്ന് എഴുതാം. ദെൻ എങ്ങനെ എഴുതാം? 100 / 2 ഇൻറ്റു 3.14. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 15.92 ആണ്. ഇവിടെ ഓപ്ഷൻ നോക്കുക, 15.9 ഹെഡ്സ് എന്നില്ലേ? സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following oscillator will give most stable output oscillation frequency? ഇത് നമ്മൾ റിപ്പീറ്റഡ്ലി പറഞ്ഞതാണ്. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓസിലേറ്റർ എന്നറിയപ്പെടുന്ന ഒരു റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ ഏതാണ്? ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസസ് ഡിസ്റ്റോർഷൻ ഇൻ ആൻ ആംപ്ലിഫയർ ഓൺലി വെൻ ഇറ്റ് ഈസ്. നമുക്കറിയാം നമ്മുടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നു? റെഡ്യൂസസ് ദ ഡിസ്റ്റോർഷൻ. അത് എന്തുകൊണ്ടാണ്? കാരണം അതിന്റെ ഔട്ട്പുട്ടിന്റെ പാർട്ടായി വരുന്ന ആ ഒരു ഫീഡ്ബാക്കിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഫീഡിങ് എ പോർഷൻ ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ ബാക്ക് ടു ദ ഇൻപുട്ട് ഇൻ ഓപ്പോസിറ്റ് ഫേസ്. അതായത് നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്ക് എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിൽ. അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ ഔട്ട്പുട്ട് സിഗ്നൽ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. ഈ ഫീഡ്ബാക്ക് ആണ് ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന നെഗറ്റീവ് ഫീഡ്ബാക്കിന് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിസ്റ്റോഷൻ റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ പറയുന്നുണ്ടല്ലോ റെഡ്യൂസസ് ഡിസ്റ്റോഷൻ. അത് മാത്രമല്ല ഇംപ്രൂവ് സ്റ്റെബിലിറ്റി, അതേപോലെ ഗെയിൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു, അതേപോലെ തന്നെ ഇൻക്രീസ്ഡ് ബാൻഡ് വിഡ്ത്തും ഉണ്ടാക്കാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ്? റെഡ്യൂസ് ഡിസ്റ്റോഷൻ, ഇംപ്രൂവ് സ്റ്റെബിലിറ്റി, കൺട്രോൾ ഗെയിൻ, അതുപോലെ ഇൻക്രീസസ് ബാൻഡ് വിഡ്ത്ത് ആണ്. അപ്പൊ എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഇവിടെ ഫീഡ്ബാക്ക് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വരുന്നത്? നമ്മുടെ ഔട്ട്പുട്ടിൽ നിന്നാണ്. ഫീഡ്ബാക്ക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ആംപ്ലിഫയേഴ്സ് ഔട്ട്പുട്ട് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓൺലി വെൻ ഈസ് ദ പാർട്ട് ഓഫ് ഔട്ട്പുട്ട്. അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസസ്, നെഗറ്റീവ് ഫീഡ്ബാക്സിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഔട്ട്പുട്ടിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കുന്ന ആ ഒരു കാര്യമായിരിക്കണം. ഔട്ട്പുട്ടിൽ നിന്നായിരിക്കണം ഫീഡ്ബാക്ക് എടുക്കേണ്ടത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഈസ് ബേസിക്കലി ഏതാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ? നമുക്കറിയാം ഓസിലേറ്റേഴ്സ്, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ നമ്മൾ സൈൻസോയിഡിൽ പഠിച്ചു, നോൺ സൈൻസോയിഡിൽ പഠിച്ചു. അതിൽ സൈൻസോയിഡിൽ വരുന്നതാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. സോ അതെന്തായിരിക്കും? ഓപ്ഷൻ ബി സൈൻ വേവ് ജനറേറ്റർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To generate a 1 megahertz signal, the most suitable oscillator. RF ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ഓസിലേറ്റേഴ്സും ഉണ്ട്, AF വർക്ക് ചെയ്യുന്നതും ഉണ്ട്. ഇത് റേഡിയോ ഫ്രീക്വൻസി, ഇത് ഓഡിയോ ഫ്രീക്വൻസി. ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്? 20 ഹെഡ്സ് ടു 20 കിലോ ഹെഡ്സ് ആണ്. ഓക്കെ ആണല്ലോ. RF ഫ്രീക്വൻസി എങ്ങനെയാണ്? 20 കിലോ ഹെഡ്സ് ടു 300 ജിഗാ ഹെഡ്സ് വരെയാണ് RF റേഞ്ച്. അപ്പൊ ഈ 1 മെഗാ ഹെഡ്സ് ഏത് റേഞ്ചിനുള്ളിലാണ് വരുന്നത്? നമ്മുടെ RF റേഞ്ചിനുള്ളിലല്ലേ? ഇതിനുള്ളിലല്ലല്ലോ. അതുകൊണ്ട് എന്തായിരിക്കും? RF ഓസിലേറ്റേഴ്സ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക. ഈ തന്നിരിക്കുന്നവയിൽ RF ഓസിലേറ്റർ ഏതാണുള്ളത്? കോൾപിറ്റ്സ് ഉണ്ട്, ഫേസ് ഷിഫ്റ്റ് ഉണ്ട്, വെയിൻ ബ്രിഡ്ജ് ഉണ്ട്. ഇതിൽ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററും വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററും ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ആണ്. ഇത് മാത്രമേ ഉള്ളൂ RF റേഞ്ചിൽ. സോ നമുക്ക് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഓഡിയോ ഓസിലേറ്റർ യൂസസ്. ഓസിലേറ്റർ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തിരിക്കുക, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം.
അതുപോലെ തന്നെ ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മുടെ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓഡിയോ ഓസിലേറ്റർ യൂസസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A bistable circuit used to produce a rectangular output waveform is. ഒരു സ്പെഷ്യൽ ബൈസ്റ്റേബിൾ സർക്യൂട്ട് ഉണ്ട്, നമ്മൾ റെക്ടാങ്കുലർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതാണ് ഷ്മിറ്റ് ട്രിഗർ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഷ്മിറ്റ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പാരേറ്റർ സർക്യൂട്ട് ആണ് വിത്ത് ഹിസ്റ്റെറിസിസ് ഇംപ്ലിമെന്റഡ് ബൈ അപ്ലൈയിങ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ടു ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഓഫ് ദ കമ്പാരേറ്റർ. അതായത് ഇവിടെ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബൈസ്റ്റേബിൾ സർക്യൂട്ട് ആണ്. അതുപോലെ ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു റെക്ടാങ്കുലർ ഔട്ട്പുട്ട് വേവ് ഫോം ആണ്. ഈ ഷ്മിറ്റ് ട്രിഗറിന് എത്ര സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവും? 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അത് ബൈസ്റ്റേബിൾ ആണെന്ന് പറയുന്നത്. നമ്മുടെ ബൈസ്റ്റേബിളിലെ കണ്ടീഷൻ പോലെ തന്നെയാണ് ഒരു ലോ വേവ് ഔട്ട്പുട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വിച്ച് ചെയ്ത് ഒരു ഹൈ ആവണമെങ്കിൽ ഒരു എക്സ്റ്റേണലി ട്രിഗർ പൾസ് കൊടുക്കണം. അങ്ങനെ 0 1 0 1 എന്നുള്ള തരത്തിൽ 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് അതിനുണ്ടാവുക. ഓക്കെ, 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് എപ്പോഴും ഷ്മിറ്റ് ട്രിഗറിന് ഉണ്ടാവുന്നതൂടെ ഓർത്ത് വെച്ചിരിക്കുക. സോ ഇവിടെ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The frequency of oscillation of RC phase shift oscillator is. RC phase shift oscillatorന്റെ frequency of oscillation എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് RC phase shift oscillatorന് 3 RC സർക്യൂട്ട്സ് ആണ് ഉള്ളത്. 3 RC സർക്യൂട്ട്സ്. അതിൽ ഓരോ RC സർക്യൂട്ടും 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ടോട്ടൽ 60 + 60 + 60 എന്നുള്ളതാണ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മുടെ RC സർക്യൂട്ടും പ്രൊഡ്യൂസ് ചെയ്യും. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മുടെ ആംപ്ലിഫയർ സർക്യൂട്ടും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ടോട്ടലി 360 ഫേസ് ഷിഫ്റ്റ് അച്ചീവ് ചെയ്യുന്നത്. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ നമ്മുടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ഓസിലേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി. അതായത് റിയാക്ടൻസ് XC = √6R ആവണം. ഇതൊരു കണ്ടീഷൻ അതിൽ പറയുന്നതാണ്, ബൈഹാർട്ട് ചെയ്ത് വെച്ചോളാം. അപ്പൊ ഇവിടെ റിയാക്ടൻസ് XC = √6R ആവണം. നോർമലി നമ്മുടെ റിയാക്ടൻസിന്റെ ഇക്വേഷൻ എന്താണ്? എക്സിയുടെ ഇക്വേഷൻ എന്താണ്? 1/2πfc അല്ലേ? സോ ഇവിടുന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഈ എക്സിയും ഈ എക്സിയും കൂടെ ഇക്വേറ്റ് ചെയ്യാം. ദെൻ √6R = 1/2πfc എന്ന് കിട്ടും. ഇവിടുത്തെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസൊണന്റ് ഫ്രീക്വൻസി ആണ്, അതായത് എഫ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ ആണല്ലോ? അപ്പോ നമുക്ക് ഇതിൽ നിന്നും ഈ എഫ് ഔട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എഫ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/2π√6RC ആയിരിക്കും. ഓക്കെ, അതിങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എഫ് ഔട്ട് ഈസ് ഈക്വൽ ടു 1/2π√6RC എന്നാണ് കിട്ടുക. നമ്മുടെ ഇവിടെ ഓപ്ഷൻ ബിയിൽ PSC ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2π√6RC എന്നല്ല. ഈ √6 എന്ന് പറയുന്നത് 6ന് മാത്രമായിരിക്കും, അതായത് √RC അല്ല ഇവിടെ വരിക. ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക. എഫ് ഔട്ട് ഈസ് ഈക്വൽ ടു 1/2π√6RC എന്നാണ്. സോ ഇത് ഓർത്ത് വെച്ചിരിക്കുക. പക്ഷെ ഇവിടെ ആൻസർ കീയിൽ ബി ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്, ഇത് റോങ് ആണ്. എഫ് ഔട്ട് ഈസ് ഈക്വൽ ടു 1/2π√6RC എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.